ഉദ്യോഗസ്ഥരെ പരസ്യമായി ശകാരിക്കുന്ന ഒരു പെരുമാറ്റത്തിലേക്ക് വരെ പി വി അൻവർ എം.എൽ.എ. എത്തിയിരുന്നു. അവിടെ നിലമ്പൂരിൽ പരിപാടിക്ക് എത്തിയ എം.എൽ.എയുടെ വാഹനം മാറ്റിയിടാൻ ആവശ്യപ്പെട്ടതൊക്കെയാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് എന്നാണ് അറിയുന്നത്. എന്താണ് സംഭവിച്ചത്? അത് പരിപാടിക്ക് ശേഷമുണ്ടായതാണോ? ഈ പരിപാടിക്ക് ശേഷം ഈ റേഞ്ച് ഓഫീസ് ഈ കനോളി പ്ലോട്ടിൽ തന്നെയാണ് ഉള്ളത്. ഈ റേഞ്ച് ഓഫീസിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ രൂക്ഷമായ ഭാഷയിൽ ശകാരിക്കുകയും ചെയ്തു. ഇതിന് കാരണം ഈ എം.എൽ.എയുടെ വാഹനം നിർത്തിയ സ്ഥലത്ത് നിന്ന് മാറ്റിയിടാൻ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. അത് ഈ ഡ്രൈവർ അൻവറിന്റെ ഡ്രൈവർ അദ്ദേഹത്തോട് പറയുകയും ഇതോടുകൂടി പി വി അൻവർ എം.എൽ.എ. റേഞ്ച് ഓഫീസിലേക്ക് പോയി ഉദ്യോഗസ്ഥരോട് ഈ എം.എൽ.എയുടെ വാഹനം മാറ്റിയിടാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്ന തരത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ആദ്യം പി വി അൻവർ എം.എൽ.എ. ഉൾപ്പെടെ ഉള്ള ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കുകയും അത് സ്റ്റേജിൽ വെക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ അൻവറുമായി ബന്ധപ്പെട്ട ഈ CPM സെക്രട്ടേറിയറ്റ് പ്രസ്താവനയൊക്കെ വന്നതിന് പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഫ്ലെക്സ് മാറ്റുകയും, അതായത് പി വി അബ്ദുൽ വഹാബ് MP ഉണ്ട്, അദ്ദേഹം ഇന്ന് ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല, അദ്ദേഹത്തെ MP-യുടെയും MLA-യുടെയും ഫോട്ടോ ഉള്ള ഫ്ലെക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് മാറ്റുകയും മുഖ്യമന്ത്രിയുടെയും വനമന്ത്രിയുടെയും മാത്രം ഫ്ലെക്സ് ആണ് വെച്ചത്. അതിൽ തന്നെ അദ്ദേഹത്തിന് അമർഷം ഉണ്ട്. അതോടൊപ്പം തന്നെ അതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം കൂടി നടക്കുന്നത്. അങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ ശകാരിച്ചത്. അതോടൊപ്പം ഈ പ്രസംഗത്തിനിടെ അദ്ദേഹം ഈ വനത്തിലേക്ക് കയറാൻ ജനപ്രതിനിധികൾക്കോ മാധ്യമപ്രവർത്തകർക്കോ ആർക്കും തന്നെ ഈ അനുമതി നൽകില്ല. ഇന്നത്തെ പരിപാടിയിൽ മാധ്യമപ്രവർത്തകരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അല്ലാത്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ 3-4 പേരാണ് കൈ ഉയർത്തിയത്. നിങ്ങൾ വനം വകുപ്പിന്റെ കരാറുകാരല്ലേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അതായത് പൊതുജനങ്ങൾ വനം വകുപ്പിന്റെ ഒരു പരിപാടിക്ക് വരില്ല, അത്രത്തോളം ജനവിരുദ്ധമായ ഒരു വകുപ്പാണ് എന്നാണ് അദ്ദേഹം ഇന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ദിവ്യ, നമുക്ക് പി വി അൻവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ശകാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയ ശേഷം മടങ്ങിയെത്താം. ആവശ്യത്തിന് മതി, മനസ്സിലായോ? മര്യാദ പറഞ്ഞ മനുഷ്യരോടാ. നിങ്ങൾ കുറെ ആൾക്കാർ ട്രൗസർ ഇട്ട് കിടക്കുന്നതല്ല ഫോറസ്റ്റ്. രണ്ടിത്തരം ചെയ്യാം. ആവശ്യത്തിന് മതി, മനസ്സിലായോ? മര്യാദ പറഞ്ഞ മനുഷ്യരോടാ. നിങ്ങൾ കുറെ ആൾക്കാർ ട്രൗസർ ഇട്ട് കിടക്കുന്നതല്ല ഫോറസ്റ്റ്. രണ്ടിത്തരം ചെയ്യാം. നിലമ്പൂരിൽ പരിപാടിക്ക് എത്തിയ എം.എൽ.എയുടെ വാഹനം മാറ്റിയിടാൻ ആവശ്യപ്പെട്ടതാണ് പി വി അൻവർ എം.എൽ.എ. ചൊടിപ്പിച്ചത്. അതാണ് ഉദ്യോഗസ്ഥരെ ശകാരിക്കാൻ കാരണമായത് എന്നാണ് അറിയുന്നത്. വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്.